അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തു യാസീൻ 23 ആയത്ത് വരെ നമ്മൾ ഓതി തജ്വീദ് അനുസരിച്ച് ഓതാൻ മനസ്സിലാക്കിയെടുത്തു അല്ലേ. ഇൻഷാ അല്ലാഹ് 24ാമത്തെ ആയത്ത് മുതൽ ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നി ഇദൽ ലഫീ ളലാലിൻ മുബീൻ. ഓക്കെ, തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. ഇന്നി, ഇവിടെ നോക്കൂ, നൂനിൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. നൂനിനെ നന്നായിട്ടൊന്ന് കനപ്പിച്ചൊടുക്കണം, മണിച്ചൊടുക്കണം. പിന്നെ മാത്രമല്ല മദ്ദും ഉണ്ട് അല്ലേ, നീട്ടാനും ഉണ്ട്, നീട്ടി വായിക്കാനുണ്ട് അല്ലേ. അവിടെ നമ്മൾ എങ്ങനെയാണ് നീട്ടുന്നത്? 2 മുതൽ 4 ഹറക്കത്ത് വരെ നീട്ടി ഓതാവുന്നതാണ്. ഓക്കെ, ഇന്നി. ഓക്കെ, അപ്പോൾ നമ്മൾ നന്നായിട്ട് മണിക്കുകയും വേണം, നീട്ടുകയും വേണം. ഓക്കെ, ഒരു വേർഡിൽ മദ് വന്നു, മറ്റൊരു വേർഡിൽ ഹംസ വന്നു. നമ്മൾ മുമ്പേ പഠിച്ച നിയമം അല്ലേ. ഇന്നി. ഓക്കെ, ഇദല്ലഫി, ഇദല്ലഫി ളലാലിൻ മുബീൻ. ളാദ് ഉയർത്തി പറയേണ്ട ഒരു ലെറ്ററാണ് കേട്ടോ. ലാൻ്റെ ഉള്ളിലൊരു കുഞ്ഞ് അലിഫ് ഉണ്ട് അല്ലേ, 2 അനക്കം നീട്ടി കൊടുക്കണേ. ഇവിടെ തെൻവീനിന് ശേഷം മീമ് വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം അല്ലേ, നമുക്കറിയാവുന്നതാണ്. തെൻവീനിന് ശേഷം ഇരട്ട ഫത്ഹ, ഇരട്ട കെസ്ര, ഇരട്ട ലമ്മ, ഇതിന് ശേഷം മീമ് വന്നാൽ മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. ളലാലിൻ മുബീൻ. നീട്ടി ഓതി നിർത്തുക കേട്ടോ. അടുത്തത് 25ാമത്തെ ആയത്ത്. ഇന്നി ആമന്തു ബിറബ്ബിക്കും ഫസ്മഊൻ. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം. ഇന്നി, നമ്മൾ മുകളിൽ പറഞ്ഞ അതേ നിയമം തന്നെ കേട്ടോ. നമ്മളിവിടെ നൂനെ നന്നായിട്ട് മണിക്കുകയും വേണം, ദീർഘിപ്പിച്ചോദ്യം വേണം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത പദത്തിലാണ് എന്ത് വന്നിട്ടുള്ളത്? ഹംസ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളവിടെ 2 അനക്കം മുതൽ 4 അനക്കം വരെ നീട്ടി ഓതണം കേട്ടോ. ഓക്കെ, ഇന്നി ആമന്തു. ആന നീട്ടാൻ ആൻ്റെ അടുത്തൊരു അലിഫ് മദ് ഉണ്ട് അല്ലേ, 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ആമന്തു, ആമന്തു എന്ന് ഓതരുത്, നൂൻ്റെ മുകളിൽ സുക്കൂൻ ഇല്ല. ഓക്കെ, അപ്പോൾ അവിടെ നൂനെ മറച്ചു പിടിച്ച് മണിച്ചു വേണം ഓതാനായിട്ട് കേട്ടോ. ആമന്തു ബിറബ്ബിക്കും. ബിറബ്ബിക്കും ഓതരുത്, ബിറോ, റോ ആണേ. ബിറബ്ബി, ബഇന് ശ്രദ്ധയുണ്ട്, ഒന്ന് കനപ്പിച്ച് ഓതി കൊടുക്കുക കേട്ടോ. ബിറബ്ബിക്കും ഫസ്മഊൻ. ബിറബ്ബിക്കും, മീമിൻ്റെ മുകളിൽ സുക്കൂൻ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യണം? നന്നായിട്ട് വ്യക്തമായിട്ട് ഉച്ചരിക്കണം. കും, ബിറബ്ബിക്കും. ഫസ്മഊൻ, ഫാൻ്റെ കൂടെ ഹംസത്തുൽ വസ്ൽ വന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ നമ്മളിവിടെ എന്ത് ചെയ്യില്ല, ഹംസത്തുൽ വസ്ലിന് ശബ്ദമില്ലല്ലോ, നമ്മൾ കൂട്ടിച്ചേർത്ത് അങ്ങ് ഓതും. ഫസ്, ഫസ്. സീനിന് സുക്കൂനുണ്ട്, ഹാഫ് സുക്കൂന് കൊടുത്താൽ മതി കേട്ടോ. ഫസ്, അത്രയും പറഞ്ഞാൽ മതി. ഫസ്മഊൻ, ഫസ്മഊൻ. ഇവിടെ നീട്ടി ഓതി നിർത്തുക കേട്ടോ. 26ാമത്തെ ആയത്ത്. ഖീല ദുഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. തജ്വീദ് ഒന്ന് നോക്കാം. ഖീല, ഖാഫാണ്, ഖാഫ്. നമ്മൾ പറഞ്ഞതാണ് നമ്മുടെ നാവിൻ്റെ മൊരഡ് ഭാഗത്തു നിന്ന് വരുന്ന അക്ഷരമാണ് ഖ. ഖീല. ഓക്കെ, ഖീ, ഇവിടെ യാ ഉണ്ട്, അപ്പോൾ 2 അനക്കം നീട്ടിക്കൊടുക്കണം. ഖീ, ഖീല ദുഖുലി, ഇവിടെ കൂട്ടി ചേർത്തങ്ങ് ഓതും അല്ലേ. ഖീലദ്, ദാലിലേക്ക് കൂട്ടി ചേർത്തങ്ങ് ഓതും. ദാലിന് സുക്കൂനുണ്ടേ, ദാലിന് സുക്കൂന് വരുമ്പോൾ ഫുള്ള് സുക്കൂന് കൊടുക്കണം. ദ്, ഖീലദ്. ഓക്കെ, ഖീല ദുഖുലിൽ ജന്നത. ഇവിടെ നോക്കൂ, ജന്നത്ത എന്ന് പറയുമ്പോൾ നൂൻ്റെ മുകളിൽ ശ്രദ്ധയുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്, നൂനിൻ്റെ മുകളിലും മീമിൻ്റെ മുകളിലും ശ്രദ്ധ വന്നാൽ നന്നായിട്ട് മണിച്ചോദണം എന്നല്ലേ. അപ്പോൾ നമ്മളവിടെ നന്നായിട്ട് മണിച്ചു കൊടുക്കുക കേട്ടോ. ജന്നത്ത.
കൂട്ടിച്ചേർത്ത് ഓതി പോകുമ്പോൾ ജന്നത ഖാല യാ ലൈത അങ്ങനെ കൂട്ടിച്ചേർത്തി ഓതി പോവാവുന്നതാണ്. നമുക്കിവിടെ നിർത്താനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, സുല. നമുക്കവിടെ അപ്പം നിർത്തുകയും ചെയ്യാം. അപ്പം എങ്ങനെ നിർത്തുക? ഖീല ദുഖൂലിൽ ജന്നത്ത, ഈ ത എന്നുള്ള ഒരു സൗണ്ട് അവിടെ വരില്ല. നിർത്തുകയാണെങ്കിൽ, നമ്മളവിടെ നിർത്തുകയാണെങ്കിൽ ജന്ന എന്ന് പറഞ്ഞ് നിർത്തുക കേട്ടോ. കൂട്ടി ചേർത്ത് ഓതി പോവാണെങ്കിലോ ജന്നത ഖാല യാ, അപ്പം ആ ത അവിടെ ശബ്ദമുണ്ട്. തന് കൂട്ടി ഓതുമ്പോൾ അവിടെ ശബ്ദം വരും, നിർത്തുകയാണെങ്കിൽ അവിടെ ശബ്ദമില്ല അല്ലേ. ഓക്കെ. ഖാല, ഇവിടെ ഖാല രണ്ടനക്കം നീട്ടുക കേട്ടോ. ഖാല യാ, യാൻ്റെ ഉള്ളിലും രണ്ടനക്കം നീട്ടുള്ള അലിഫുണ്ട്. ഖാല യാ ലൈത ഖൗമി, ഖൗമി ഇവിടെ ഖാഫിനെ ശ്രദ്ധിക്കുക, കൗമി ആയി പോവരുത് കേട്ടോ. ക അല്ല ഖൗമി. മീ എന്ന് പറയുമ്പോൾ മീമിൻ്റെ കൂടെ റിയ മദ് വന്നിട്ടുണ്ട് അല്ലേ. രണ്ടനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. ഖൗമി യഅലമൂൻ, ആയിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. യഅലമൂൻ എന്ന് പലരും യഅലമൂൻ എന്ന് ഓതും. അങ്ങനെ ഓതരുത് കേട്ടോ. യ എന്ന് പറഞ്ഞ് ഫുള്ള് സുക്കൂന് കൊടുക്കരുതേ. യഅലമൂൻ, ഇത്രയും മതി കേട്ടോ. യഅലമൂൻ നീട്ടി ഓതി നിർത്തുക കേട്ടോ. നമ്മൾ ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.